Okay, started. അടിച്ച് ഇളക്കി വീഴ്ത്തരുത്. ഗവനുണ്ടാ അതാണോ സൗണ്ട്? മുട്ടടിച്ച് പൊട്ടിച്ചത് ഉള്ളി വെച്ചിട്ട് ഓടിയുണ്ട് കേട്ടോ. ഇത് സിമ്പിൾ ഓംലേറ്റാ? ട്രഡീഷണൽ കോണ്ടിനെന്റൽ ഓംലേറ്റ്. ഓംലേറ്റ്. ഓക്കെ. അതിലിട്ടോളൂ. സിമ്പിൾ ഓംലേറ്റ് അപ്പൊ മിക്സ് ചെയ്യണ എക്സ്ട്രാ ഷോട്ട് കിട്ടാൻ. ഓക്കെ ഓക്കെ ഡൺ. മറ്റൊരു എക്സ്ട്രാ ഷോട്ട് അത് കാട്ടണ്ട, കട്ട് ചെയ്യാൻ വേണമെങ്കിൽ. ഉള്ളിയിലെ തൊലികൾ കുറച്ച് കളയുന്നു, വേണ്ട ഭാഗം മാത്രം എടുക്കുന്നു. മൂക്ക് ചെത്തി കളഞ്ഞാൽ വളരെ വളരെ ഉത്തമം. ഇത്രയൊക്കെ ചെത്തി കളഞ്ഞ കമ്പനിക്ക് നഷ്ടപ്പെട്ടു. കമ്പനി ഞാനും പിന്നെ മാത്രമല്ലോ അതാണ് ചെയ്യുന്നത്. ജപ്പാനീസ് സാക്കെ കുക്കിംഗ്. എന്ത് സാക്കെ? സാക്കെ കുക്കിംഗ്. പകുതി പുറത്തു പോകുന്നുണ്ട് സാക്കെ. കൈകൊണ്ട് പറിക്കരുത്. മാറ്റി വെച്ചു. ഇപ്പൊ തന്നെ എടുക്കണ്ട. തക്കാളി ഹേ थोड़ा मुश्किल है, थोड़ा मुश्किल नहीं है. ആക്ച്വലി ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. അപ്പം എനിക്ക് വലിയ ഭക്ഷണം ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ മുറിക്കണം. ചെറുതാക്കി മുറിക്കണം. ഒരു പ്രശ്നമില്ല. ഇത് അപ്പം ചുട്ടത് കോഴിയമ്മ കഥയാണ്. ഞാൻ തന്നെ ഉണ്ടായി, ഞാൻ തന്നെ തിന്നെയാണ്. സോ നോ പ്രോബ്ലം. സവോളേനെക്കാട്ടിലും രണ്ടിന് വലിപ്പമുണ്ട് തക്കാളിക്ക്. കല്യാണല്ലേ പച്ചമുളക് അറിയാം സുഹൃത്തുക്കൾ. അതിന്റെ തല മുറിക്കുന്നില്ലേ? ഞാൻ തല മുറിക്കില്ല, ഞാൻ അവരെ തടിഭാഗം മാത്രം മുറിക്കും. വലിയ ഇത് താല്പര്യമില്ല. ഇതിന് നല്ല എരുണ്ട് കനപ്പൻ്റെ കയ്യേരിയുണ്ട്. ബാക്കിയുള്ള പച്ചമുളക് ഞങ്ങൾ വേസ്റ്റ് ആക്കില്ല. ബാക്കിയുള്ളതൊക്കെ നേരെ കുട്ടി കയറ്റും. അടുത്ത മുട്ട ഉണ്ടാക്കുമ്പോൾ അതേപോലെ അടുത്ത ആൾ ഉപയോഗിക്കും. അതിന് മുളയ്ക്കാം. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് നാടൻ മുട്ട അതിങ്ങനെ എടുക്കുന്നു. ഒരു പാത്രം വയ്ക്കുന്നു. മുട്ട കഴുകിയോ? മുട്ട കഴുകുന്നതിന് മുട്ട ഉള്ളിൽ സാധനം കഴിക്കാൻ അതിൻ്റെ കഴുകുന്നത് പൊട്ടത്തിനും പറയണം. അപ്പോൾ കഴുകാത്ത മുട്ട ഒരു പട, രണ്ട് പട, മൂന്ന് പട. മുട്ട പൊട്ടി ഡബിൾ ഓംലേറ്റ് ആണ്. അതിൻ്റെതായാലും ഭംഗി. പച്ചമുളക് ആദ്യം ഇടാം. കാരണം നല്ലൊരു വീട്ടിൽ കാരണം നമ്മൾ അതിൽ കുറച്ച് പച്ചമുളക് ഉപയോഗിച്ചുള്ളൂ. മീൻസ് എനിക്ക് എത്ര മതി. ഈ അടുത്തത് മുട്ട നമ്മൾ ഇളക്കണം. അതിന് വേണ്ടി സ്റ്റീൽ സ്പൂൺ. അയ്യോ ഉപ്പ് ആദ്യം ഉപ്പിട്ട് കഴിഞ്ഞാൽ കാരണം അത്രയും ഉള്ളി തക്കാളി ഉണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ അരയ്ക്കാം. ഇപ്പൊ തന്നെ എന്റെ മറന്നു തുടങ്ങി. മതി. നന്നായി അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഉള്ളി കഴിഞ്ഞു. ഒരു തുള്ളി പോലും നോക്കി ക്ലീൻ ചെയ്യുന്നു. എപ്പോഴും നമ്മൾ നമ്മളെ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യണം. മോസ്റ്റ് വണ്ടർഫുൾ മൊമെന്റ്സ് മിസ് ചെയ്തു. കാരണം റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. റെക്കോർഡ് കുരുമുളക് എടുത്ത് ഇത് തന്നെ ഓഫ് ആയതാ തോന്നുന്നു. ഞങ്ങൾ ആക്ച്വലി ഡിഷിനെ കുറിച്ച് പ്രതിപാദിച്ചതെല്ലാം വേസ്റ്റ് ആയി പോയി. മീൻസ് അതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ പറയണില്ല. ഇനിയും പറയണില്ല.
പക്ഷെ എന്തോ കാര്യമായിട്ട് ഇതിനെ പറ്റി പറഞ്ഞു. ഇത് തുടങ്ങിയത് ഓംലേറ്റ് ആയിട്ടാണെങ്കിലും അവസാനിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. തക്കാളിപ്പെട്ടിയായി മാറി. ഇത് ഈ കുരുമുളക് ആകാശത്തുനിന്ന് വിതറിയ മാത്രമേ ഇത് ക്യാമറ കിട്ടുന്നൊക്കെ അറിയില്ല. അതിന് മുകളിൽ കറുത്ത കഷ്ടം വീഴുമ്പോൾ കുരുമുളക് മനസ്സിലാക്കിയാൽ മതി. വേറെ എവിടെ വീണ കാരണം സ്ക്രീനിൽ വരുന്നുണ്ടായിരുന്നില്ല. അടി കറക്റ്റ് പിടിച്ചില്ല. ഇതാണ് ഒരു പക്ക പെർഫെക്റ്റ്. ഇതിപ്പോ ഒരു ഫ്രഞ്ച് ഓംലേറ്റ് ആയിട്ടുണ്ടല്ലോ. ഫ്രഞ്ച് ഓംലേറ്റ് ആണ്. ഇങ്ങനെ ഫ്രഞ്ച് നന്നായിട്ടാവുമ്പോൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. കിട്ടാണ്ട് വരുമ്പോൾ ഒന്നും ശ്രമിക്കുക. ആയിക്കോട്ടെ, ടൈമായി. അങ്ങനെ എടുത്തു സ്ക്രാച്ച് ആക്കരുത്. സ്ക്രാച്ച് ആയി തോന്നുന്നു. ഇതിൽ ഇത്തിരി ചീസ് ഇട്ടിട്ട് ബ്രെഡിന്റെ കൂടെ കഴിച്ചാൽ അത് കോണ്ടിനെന്റൽ സ്റ്റൈലിൽ കഴിക്കാം. ഇനി ഇവിടെ ഇടണ്ട കുരുമുളക്. എന്താ അത്? എല്ലാം വ്യൂവേഴ്സ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് അങ്ങനെ ഇടുന്നു. കുരുമുളക് ഇപ്പോൾ വീഴുന്നില്ല. ഓക്കെ, ഓക്കെ സുഹൃത്തേ, സെറ്റായി. ഒന്നും ചെയ്യാനില്ല. തക്കാളിയും ചൂട് പ്രതലവുമായി ഇഴുകി ചേർന്ന് നമുക്ക് 2 തക്കാളി പുറത്തേക്ക് അതിനടുത്ത് മാറുന്നു. ടേസ്റ്റ് നോക്കാം. അയ്യോ, അയ്യോ, പിന്നെ നാട്ടിൻ പുറത്ത് അങ്ങനത്തെ ഓംലെറ്റ് കിട്ടുക. ഒരു പട്ടാണി കൂടി ഇന്ന തക്കാളിയുടെ കഷ്ണം വലിപ്പം കുറവാകും. ഏത് നാട്ടിലാ? പൊന്നാനി. സുനാമി സുനാമി പൊന്നാനി അതല്ല ഈ സ്ഥലത്തിന്റെ പേര്. ഈ സാധനത്തിന്റെ പേര് സുനാമി അല്ലേ? പേര് ഓംലെറ്റ് അല്ല, ഗ്രീൻ പീസും കൂടി ഇട്ട സുനാമി. വെയിറ്റിംഗ്. മതി. അല്ല, ഇതിപ്പോ എന്തായാലും ഈ സാധനം അടിപൊളിയാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയോണ്ടിക്ക് ഒന്നും പറയാൻ നോക്കിയില്ലല്ലോ. മറിച്ചിട്ടോളൂ, എടുത്തോളൂ. അങ്ങനെയല്ല, ഈ സൈഡിൽ നിന്നല്ല. ഇത് രണ്ടാക്കി നിങ്ങളെ പകുതിയാണ്. ഞാൻ റോസിനെ കൂടി കഴിക്കുന്നത് പകുതിയായിട്ട്. ഒറ്റയ്ക്ക് കഴിക്കാനാ. ആയി, പ്ലേറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്തോളൂ. ആ വീഡിയോ എടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്നു. പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തോളൂ. അത് വേണ്ട, അങ്ങനെ ഉണ്ടാവും. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. പ്ലേറ്റ് പോയി കാണിക്കാൻ താല്പര്യം ഇങ്ങനെ കഴിക്കില്ല. സന്തോഷത്തോടെ എല്ലാവർക്കും ഹാപ്പി അല്ല നേരുന്നു. ഇത് ഒരു കഷ്ണം, ഒരു പോർഷൻ. ഇത് അടുത്ത പോർഷൻ. അടുത്ത പോർഷനിലാണ് ലോഡ് കൂടുതൽ. കുറച്ചും കൂടി അവിടെ മതി. ചിക്കൻ എഗ് പഫിന്റെ ഒക്കെ പോലെ മണം എന്ന് പറയും.